respected guest of the day, Dr. Musir Hussain Siddiqui, MP Muhammad Iti Muhammad Saib, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദിക്ക് താഴെയിരിക്കുന്ന അധ്യാപികമാരെ, വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ്, നിമിഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇസായി പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന, അതിനേക്കാൾ ഉപരി ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യൻ്റെ, ആണായാലും പെണ്ണായാലും വിശ്വാസത്തിലേക്ക്, ദീനീപരമായ കാര്യങ്ങളിലേക്ക്, ഇസ്ലാമിക കാര്യങ്ങളിലേക്ക്, ഈമാൻ കാര്യങ്ങളിലേക്ക് അവരെ പഠിപ്പിച്ച് കൈയുയർത്തി വന്ന് ദീനിൻ്റെ ആളുകളായി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന, മാതാപിതാക്കളെക്കാൾ കൂടുതൽ നിർണായക പങ്ക് വഹിക്കുന്ന, അടിസ്ഥാന ജോലി എടുക്കുന്ന, എന്നാൽ പ്രധാനപ്പെട്ട ജോലി എടുക്കുന്ന അധ്യാപകമാരാണ് ഇന്നിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ഈ മഞ്ചേരിയിൽ ഇങ്ങനെ വേദി സംഘടിപ്പിച്ച KNM വിദ്യാഭ്യാസ ബോർഡിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഒരു ജില്ലാ പ്രവർത്തകൻ, KNMലെ പ്രവർത്തകൻ നിലക്ക് പറയാനുള്ളത്, നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന അധ്യാപകമാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസായി പ്രസ്ഥാനം നേരത്തെ പറഞ്ഞ പോലെ 1956 വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്ന അന്നു മുതൽ ഇന്ന് വരെ 2025 കാലം പിന്നിട്ടപ്പോൾ ഒരുപാട് പുരോഗമനങ്ങൾ പല സ്ഥലങ്ങളും വന്നിട്ടുണ്ട്. ആ പുരോഗമനങ്ങൾ നമ്മുടെ ഇപ്പോൾ ആധുനികമായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ രീതി, മോഡേൺ രീതികൾ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് അവലംബിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളും കൂടെ നന്നാക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റ് ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, കാലത്തിനനുസരിച്ചുള്ള ഒരു റെമ്യൂണറേഷൻ സിസ്റ്റം നമ്മുടെ അധ്യാപകന്മാർക്ക് ഒരു മിനിമം ഒരു സ്ലാബ് നിശ്ചയിക്കാൻ വിദ്യാഭ്യാസ ബോർഡ് ആലോചിക്കേണ്ടതും അത് നമ്മുടെ മാനേജ്മെൻറ്റിനോട് ആ കാര്യങ്ങളിൽ സംവദിക്കേണ്ടതുമാണ് എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ മോഡേൺ ആധുനികമായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ സൈക്കോളജിയും ആധുനിക പാഠ്യപദ്ധതി രീതികളും മനസ്സിലാക്കാൻ വേണ്ടി DMT എന്ന ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സ് അത് നമ്മൾ കമ്പൽസറി ആക്കി മാറ്റുകയും അതിനനുസരിച്ച് അതിൽ പങ്കെടുത്ത അധ്യാപകരെ മാത്രം ക്ലാസ്സുകൾ നിശ്ചയിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫീഡ്ബാക്ക്, എല്ലാം അധ്യാപന രംഗത്തും ഒരു ഫീഡ്ബാക്ക് എടുക്കും. പക്ഷെ നമ്മുടെ ഫീഡ്ബാക്ക്, മദ്രസ അധ്യാപകരുടെ ഫീഡ്ബാക്ക്, അതവർ പഠിപ്പിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ദീനാണ്. ദീനുമ്മ തൊട്ടിട്ടാണ് കളി. ദീന് 5 വയസ്സ് മുതൽ മദ്രസക്ക് വരുന്ന ഒരു കുട്ടി 10 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ആ കുട്ടികൾ അടിസ്ഥാനപരമായ ദീനി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ധാർമ്മികമായ ബോധവും അതിനേക്കാൾ കിട്ടുന്ന വേജ്, ശമ്പളം, അതിനേക്കാൾ കൂലി കൂടുതൽ അള്ളാഹുവിനെടുക്കുന്ന പ്രതിഫലം, കൂലിയും നിങ്ങൾക്കുണ്ടാകും എന്ന് മനസ്സിലാക്കുക. എല്ലാവിധ ആശംസകളും മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു വലിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വലായ സൽക്കരമായി സ്വീകരിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.